ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. ഒരു 2 ടയർ ടോപ്പ് ഫോർവേഡ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മളൊരു കാർട്ടൂൺ തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ചോക്ലേറ്റും ടോഫിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവറിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 7 ഇഞ്ചിൻ്റെ 2 കേക്കും അതുപോലെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്കുമാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേൺ ടേബിളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്കൽപ്പം ക്രീമാക്കി കൊടുക്കാം. കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ടോഫി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോഫി ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പൊട്ടിക്കാത്ത ഒരു ടിന്ന് ഇതുപോലെ ഒരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് അത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കാം. എന്നിട്ട് ആവി കംപ്ലീറ്റ് പോയതിന് ശേഷം വേണം നമ്മൾ കുക്കർ തുറക്കാൻ. പിന്നെ ടിന്നെടുത്ത് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ടിന്ന് തുറന്ന് നോക്കുമ്പോൾ നമുക്കിത് ഇതുപോലെ നല്ല കളറിലുള്ള ടോഫി ആയിട്ട് കിട്ടും. അത് നമുക്ക് വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിഡ് ക്രീമിൽ ചേർത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടോഫി ക്രീം കിട്ടും. അപ്പോൾ താഴെയുള്ള കേക്ക് നമ്മളൊരു 6 ലെയറിലാണ് കേട്ടോ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ 2 കേക്കും നമ്മൾ 3 ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ലെയറും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ 6 ലെയർ കേക്കും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ്ങിന് ഒരുപാട് തിക്കായിട്ട് ക്രീം കൊടുക്കണ്ട കേട്ടോ. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ക്രീം കൊടുത്തതിന് ശേഷം ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ക്രീമാക്കി കൊടുത്ത് ആ ക്രംസൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അതായത് ക്രംസൊക്കെ ഒന്ന് സെറ്റ് ആവുന്ന വിധത്തിൽ ക്രീമാക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമ്മൾ അടുത്ത 6 ഇഞ്ചിൻ്റെ കേക്ക് വെച്ചിട്ടാണ് കേട്ടോ ടോപ്പ് ഫോർവേഡ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ 2 ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കി എടുത്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും അതിന് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കിയതിന് ശേഷം പിന്നെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ക്രം കോട്ടിങ് ചെയ്ത് സെറ്റാവാൻ വെച്ചിട്ടുള്ള കേക്ക് ഇപ്പോൾ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ കോട്ടിങ് ഗ്രീൻ കളറിലുള്ള ക്രീം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ടോഫി ക്രീം അല്ല കേട്ടോ, ഇത് സാധാരണ വിപ്പിഡ് ക്രീം തന്നെയാണ്. ഇപ്പോൾ കേക്കിനെ നമ്മളിവിടെ ഫുള്ളായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫിനിഷ് ആക്കി എടുക്കാം. ഇപ്പോൾ കേക്കിനെ നമ്മളിവിടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നടുഭാഗം ഒഴിവാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ സെറ്റ് ആവാൻ വെച്ചിട്ടുള്ള ചെറിയ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് ഫോർവേഡ് കേക്ക് ചെയ്യുന്നത്. ചെറിയൊരു ടോപ്പ് ഫോർവേഡ് കേക്കാണ്. നമ്മൾ ടോൾ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ ചെറുതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കേക്കിൻ്റെ ഒരു കാൽ ഭാഗം എന്താ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ചെറിയ പീസ് മാറ്റി വെച്ചിട്ട് ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നമുക്കിതിൻ്റെ ഫൈനൽ കോട്ടിംഗ് ആയിട്ട് ഉള്ള ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ ക്രീം ഞാൻ ഗ്രീൻ കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും മാത്രമാണ് കേട്ടോ ഗ്രീൻ കളറിൽ കൊടുക്കുന്നത്. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്ക് സൈഡിലും കൊടുക്കാം. അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ ക്രം കോട്ടിങ് ചെയ്താത്തത് കാരണം കുറച്ച് കട്ടിയിൽ തന്നെ കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ രണ്ട് സൈഡും ആദ്യം ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഇനി മുകൾ ഭാഗത്തെ ക്രീം ഞാനൊരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഗ്രീൻ കളറിലുള്ള ക്രീമിലേക്ക് ആവാതെ പതുക്കെ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ടോൾ കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള ടോപ്പ് ഫോർവേഡ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആയതിന് ശേഷം വേണം ഇതിൻ്റെ മുകളിൽ വെക്കാൻ. അപ്പോൾ അത് രണ്ട് കേക്കും ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഞാൻ നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് പതുക്കെ ഇങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. മറിഞ്ഞ് വീഴുന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചും ചെയ്തു. ഈ കേക്ക് ഒന്നങ്ങോട്ട് മറിഞ്ഞ് വീണു. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് ഫോർവേഡ് കേക്ക് ഇതുപോലെ 2 ടയറൊക്കെ ആക്കി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാമെന്ന്. ഒന്നാമത് ഇത് വീതി ഇല്ലാത്തൊരു കേക്കാണ്. അപ്പോൾ നമുക്കിത് അതിൻ്റെ മുകളിൽ എടുത്ത് വെക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം എടുത്ത് വെക്കാൻ. പിന്നെ മറിഞ്ഞു പോയപ്പോൾ ബാക്ക് സൈഡിലുള്ള ഫിനിഷിംഗ് ഒക്കെ ഒന്ന് പോയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രീം വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് തൽക്കാലം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിയാക്കി എടുക്കാം. ഇനി ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ക്രീം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷിങ് ആക്കി എടുക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല, എന്നാലും നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ കുറേ മറക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ കയ്യിൽ നിന്നൊക്കെ കേക്ക് പോവുകയോ എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരികയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോണ്ടൻ ഡെക്കറേഷൻ വെച്ചിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ കേക്കിനെ ഞാനിവിടെ ഒരു വിധമൊക്കെ അങ്ങോട്ട് ഫിനിഷിങ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിലുള്ള കേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്ക്യൂർ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ ഇതുപോലെ ഒരു ക്ലൗഡിൻ്റെ ഷേപ്പിലാക്കിയെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോണ്ടൻറ്റ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് കേട്ടോ ഇത്, പപ്പ പിഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ ഫോണ്ടൻറ്റിലുള്ള കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇവിടെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് തന്നെ സണ്ണ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ നെയിമൊക്കെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കേക്കിൻ്റെ ഡെക്കറേഷന്. ഇനി മേലെ ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്